ഇന്നലെ മണ്ണാർക്കാട് ടൗണിനോട് നടന്നൊരു നബിദിന റാലി ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. हम सब जानते हैं हमारे हुजूर प्यारे मोहम्मद मुस्तफा सल्लल्लाहु अलैहि वसल्लम रहमतुल्लिल आलमीन है. അതിൽ പറഞ്ഞത് കേട്ടോ, ഹമാരെ പ്യാരെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുല്ലിൽ ആലമീൻ. അതെ, മണ്ണാർക്കാടാണെങ്കിലും കേരളക്കാർ നടത്തിയതല്ല, അത് ബംഗാളികൾ നടത്തിയതാണ്. നോർത്ത് ഇന്ത്യക്കാർ, ഔട്ട് ഓഫ് സ്റ്റേറ്റ് നടത്തിയ റാലിയാണ്. മനോഹരമായി തോന്നിയില്ലേ? നല്ലൊരു ബാനർ പിടിച്ചിട്ടുണ്ട്, പ്ലക്കാർഡുകളുണ്ട്, അനൗൺസ്മെന്റ് എല്ലാം അവരുടേതായ ഭാഷയിൽ അല്ലേ. നമ്മൾ പൊതുവേ ബംഗാളികളെ, നോർത്ത് ഇന്ത്യക്കാരെ, ഔട്ട് ഓഫ് സ്റ്റേറ്റിനൊക്കെ വിചാരിക്കാറ് ഫുള്ള് കച്ചറകളാണ്, അലമ്പാണ്. അവർക്ക് ചിലപ്പോൾ റൂം കൊടുക്കാൻ പോലും നമ്മൾ ചില ഓണേഴ്സ് ഒന്നും തയ്യാറാവാറില്ല. എന്നാൽ പ്രവാചക സ്നേഹം ഹൃദയത്തിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിയവർ, നല്ല കുറേ മനുഷ്യന്മാർ നടത്തിയ മനോഹരമായ റാലിയായിരുന്നു ഇന്നലെ മണ്ണാർക്കാടിനെ പുളകം കൊള്ളിച്ചുകൊണ്ട് മണ്ണാർക്കാട് ടൗണിലൂടെ നടന്ന ശാന്തമായ റാലി. പ്രവാചക സ്നേഹമുള്ളവർ അങ്ങനെയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ലാത്ത കേസാണ്. ഒരാളോട് പ്രത്യേകമായി ഇഷ്ടം തോന്നിയാൽ ചിലരതിങ്ങനെ പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചിലർ ചോദിക്കും, എന്താണ് അത് പിരാന്താണോ എന്നിങ്ങനെ പാട്ട് പാടുക വെച്ചാൽ ഈ പറയുന്നവർക്ക് തോന്നാം ഒരു പിരാന്താണെന്നുള്ളത്. ചിലർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എഴുതിക്കൊണ്ടേയിരിക്കും. ഇതെവിടെയും പബ്ലിഷ് ചെയ്യാനൊന്നല്ല ഈ എഴുത്ത്. അവരങ്ങനെ പ്രവാചക സ്നേഹം ഉള്ളുന്നുണ്ടാകുമ്പോഴുള്ള എഴുത്താണത്. ചിലരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒറ്റയ്ക്ക് പറയുന്നവർക്ക് പിരാന്തെന്ന് പറഞ്ഞാൽ പറയുന്നവർക്കോ കാണുന്നവർക്കോ അവന് വിഡ്ഢിയാവാം, ഭ്രാന്തനാവാം. പക്ഷേ പ്രവാചക സ്നേഹം ഉള്ളിലുള്ളവരുടെ സ്വഭാവമാണത്. എന്നാൽ കേരളത്തിലുള്ള ചില ആളുകളെ ഓർക്കുമ്പോൾ സങ്കടമാണ്. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ സകല പോസ്റ്റിലും പ്ലക്കാർഡുകളും പോസ്റ്ററുകളും ഫ്ലക്സുകളും ഒട്ടിച്ച് നഖശികാന്തം ഇതിനെതിർക്കുന്ന ആളുകൾ ഇന്നലെ മണ്ണാർക്കാടൊന്ന് വരേണ്ടതായിരുന്നു. നമ്മുടെ ബംഗാളി സുഹൃത്തുക്കൾ നടത്തിയ മനോഹരമായ നബിദിന റാലി എന്തുകൊണ്ടും മുക്ത കണ്ട് അഭിനന്ദിക്കുകയാണ്. ഈ റബീഉൽ അവ്വൽ മാസത്തിലെ പ്രവാചക സ്നേഹികളുടെ ബിഗ് സല്യൂട്ട് നിങ്ങൾക്കാണ് പ്രിയരെ, എൻ്റെ ബംഗാളി സ്നേഹിതകളായ ബംഗാളി സുഹൃത്തുക്കളെ.